കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു വലിയ വിവാദം അത് നമുക്കറിയാം. SFIO അഥവാ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കൊടുത്തിട്ടുള്ള ഒരു കുറ്റപത്രമാണ് കൊച്ചിയിലെ ഇക്കണോമിക് ഒഫൻസ് കോടതിയിൽ. കുറ്റപത്രം എന്നല്ല, അവരതിനെ പേരിട്ട് വിളിക്കുന്നത് കംപ്ലൈൻ്റ് എന്നാണ്. എന്ത് പേരിട്ട് വിളിച്ചാലും അതൊരു കുറ്റപത്രമാണ്. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ തൈക്കണ്ടിയിൽ കൂടി പ്രതിയായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ രാജിവെക്കണം എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അതായത് VD സതീശനെ പോലെയുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരും യുവമോർച്ചക്കാരും ഒക്കെ ജാഥയും പ്രകടനവുമൊക്കെ നടത്തുന്നു എന്നുള്ളതല്ലാതെ ഈ കേസിൻ്റെ വിശദാംശങ്ങൾ എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി പരിശോധിക്കുകയാണ് നമ്മളിവിടെ. കാരണം ഇപ്പോൾ മാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയും മറ്റ് പല മീഡിയകളിലൂടെയും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു പുകമറയാണ് എന്ന് ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് അസന്നിഗ്ധമായി പറയുന്നു. ഞാൻ പിണറായി വിജയൻ്റെ വിമർശകനാണെന്ന് നിങ്ങൾക്കറിയാം. ഞാനൊരു പക്ഷവും മാറിയിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എനിക്ക് ബോധ്യമായ കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി റിസർച്ച് ചെയ്തിട്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓരോ വീഡിയോയും ചെയ്യുന്നത്. ഞാൻ കൃത്യമായി പറയുന്നു, ഈ അന്വേഷണം കൊണ്ടിട്ട് നാളെ വീണ വിജയനെ അങ്ങോട്ട് അറസ്റ്റ് ചെയ്യും, പിണറായി വിജയന് പ്രശ്നമാകും എന്നൊക്കെ വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിഷ്കളങ്കരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, അങ്ങനെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഈ കേസ് നിയമപരമായി തന്നെ നേരിടാൻ വീണ വിജയനും അതുപോലെ പിണറായി വിജയനും ഒക്കെ കഴിയും. അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. കാരണം ഇത് വെറും പുകമറ മാത്രമാണ്. ഇതിൻ്റെ അർത്ഥം ഇതിനകത്ത് അഴിമതി നടന്നിട്ടില്ലെന്നോ വീണ വിജയന് കിട്ടിയിട്ടുള്ള 1,72,00,000 രൂപ, അതായത് 8 ലക്ഷം രൂപ വീതം കമ്പനി സ്വന്തം പേരിലും 3 ലക്ഷം രൂപ വീതം സ്വന്തം പേരിലും 5 ലക്ഷം രൂപ വീതം കമ്പനിയിലേക്കും ഒക്കെ പറഞ്ഞ് പല വിധത്തിൽ പണം എല്ലാ മാസവും മേടിച്ചിട്ടുണ്ട്. ആ മേടിച്ച പണമാണ് 1,72,00,000 രൂപ പറഞ്ഞത്. കൂടാതെ 90 ലക്ഷം രൂപ കൂടി വായ്പയായി ഇതേ കമ്പനിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു 2,70,00,000 രൂപ വരും. ആ 2,70,00,000 രൂപ എന്ന് പറയുന്ന ഒരു പണം അത് മേടിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഇതിൽ പിണറായി വിജയൻ്റെ മകൾ എന്നുള്ള നിലക്ക് ഒരു സേവനവും കൊടുക്കാതെ ഇത് കൈക്കൂലിപ്പണമായി മേടിച്ചു എന്നുള്ളതല്ല കേസ്. അത് യാഥാർത്ഥ്യമാണ്. അത് കൈക്കൂലിയായി തന്നെ മേടിച്ചതാണ്. കാരണം ഇന്ന് വരെ വീണ വിജയൻ വന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് അവർ കൊടുത്തിട്ടുള്ള സർവീസുകൾ എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ കേസിൽ ഒരു ചുക്കും അവരെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ കാരണങ്ങൾ ഞാൻ വിശദമായി ഓരോന്നായിട്ട് നിങ്ങളോട് നിരത്താം. ഇതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇത് പിണറായി വിജയൻ്റെ മകൾ വീണ തൈക്കണ്ടിയുടെ സ്വന്തം കമ്പനി, സിംഗിൾ ഡയറക്ടറായിട്ടുള്ള, അതായത് ഓണർഷിപ്പ് അവർക്ക് തന്നെയാണ്, എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി. ഇത് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഈ നമ്മുടെ കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് മാത്രമല്ല, മറ്റ് സാന്റാമോണിക്ക അടക്കമുള്ള നിരവധി കമ്പനികളിൽ നിന്ന് ഇവരിതേപോലെ മാസാമാസം വലിയ തുകകൾ കൈപ്പറ്റിയിട്ടുണ്ട്. ആ കൈപ്പറ്റിയേക്കുന്ന തുകകളെല്ലാം തന്നെ പിണറായി വിജയൻ്റെ മകൾ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ ഒരു കാരണവശാലും അവർ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും സേവനങ്ങൾ കൊണ്ടാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. ഒരു എഡ്യൂക്കേഷൻ രംഗത്തോ കരിമണൽ രംഗത്തോ ഒക്കെ തന്നെ ഒരു IT-യുടെ വിദഗ്ധോപദേശം നൽകാൻ കഴിയുന്ന ഒരാളായി നമുക്കൊരിക്കലും ഈ പറയുന്ന പോലെ വീണ വിജയനെ കാണാൻ കഴിയില്ല. അത്തരത്തിൽ എക്സ്പെർട്ടൈസുള്ള ഒരാളായിട്ട് വീണ വിജയനെ കാണാൻ കഴിയില്ല. ഇത് പറയുമ്പോൾ ജനത്തിന് അറിയാത്തൊരു കാര്യമുണ്ട് കേട്ടോ. ലോകത്തിലെ വലിയ ബിസിനസ് കൺസൾട്ടൻസി കമ്പനികളൊക്കെ തന്നെ ഒരു അഡ്വൈസ് കൊടുക്കുന്നതിന്, ഒരു ഐഡിയ കൊടുക്കുന്നതിനൊക്കെ തന്നെ കോടികൾ പ്രതിഫലം പറ്റുന്നവരാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളല്ല വീണ വിജയൻ. പക്ഷേ ഇത് കേസ് നിൽക്കാത്തതിൻ്റെ കാര്യം, ഈ 2 കമ്പനികൾ, ഒന്ന് CMRL എന്ന് പറയുന്ന കരിമണൽ കർത്തയുടെ കമ്പനി, രണ്ടാമത്തേത് ഈ വീണ വിജയൻ്റെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി. ഈ കമ്പനികൾ രണ്ടും തമ്മിൽ ഒരു ഡീൽ നടത്തുകയും നിങ്ങളുടെ സേവനം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ പറയുകയും ആ സേവനം കൊടുത്തയാൾക്കോ കിട്ടിയയാൾക്കോ ഒരു പരാതിയും ഇല്ലാതിരിക്കുകയും ചെയ്താൽ അതിൽ ഒരു നടപടി ഉണ്ടാകാനുള്ള സാധ്യതകൾ തുലോം കുറവാണ് എന്നുള്ളതാണ് വാസ്തവം. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തേത്, ഇതിൽ ഒന്നാമത്തെ പ്രതിയായിട്ടുള്ളത് കരിമണൽ കർത്ത എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം എന്ന് പറയുന്ന അറിയപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ശശിധരൻ കർത്ത എന്നാണ്. അദ്ദേഹം വിദേശത്തൊക്കെ ജോലി ചെയ്ത് വന്ന ഒരാളാണ്. അതിസമ്പന്നനായൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തെ ശിക്ഷിക്കാൻ മാത്രമുള്ള വലിയ ഏജൻസികളൊക്കെ ഇന്ത്യയിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് കാരണം ഈ കേസിൻ്റെ മെറിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കൊടുത്തേക്കുന്ന കേസിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ, ശശിധരൻ കർത്ത എക്സാലോജിക്കുമായി ഒരു ഇടപാടുണ്ടാക്കി ഇല്ലാത്ത സേവനത്തിന് പണം കൊടുത്തു. ഇതൊരു അഴിമതിയല്ല അപ്പോൾ. പക്ഷേ പറഞ്ഞേക്കണത്, അങ്ങനെ പണം കൊടുത്തുകൊണ്ട് ശശിധരൻ കർത്ത ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ള മറ്റുള്ളവരെയും വിശാലമായ അർത്ഥത്തിൽ അവിടുത്തെ കമ്പനിയുടെ ഓരോ ഷെയർ ഹോൾഡേഴ്സിനെയും വഞ്ചിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞേക്കണത്. അതാണ് ഇതിലെ കേസ് എന്ന് പറയുന്നത്.
അത്തരത്തിൽ കേസ് കൊടുക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാന ഗവൺമെൻറ് കീഴിലുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അതിൻ്റെ പേര് KSIDC എന്നാണ്. കാരണം ഈ പ്രൈവറ്റ് കമ്പനി ആയിട്ടുള്ള CMRL 13.5% ഷെയർ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ്. പക്ഷേ ആ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ പോലും ഈ കേസ് റദ്ദാക്കണമെന്ന് പറഞ്ഞാണ് കോടതിയിലേക്ക് പോയത്. അല്ലാതെ ഞങ്ങൾക്ക് കിട്ടാനുണ്ടായ പണം കരിമണൽ കർത്ത അടിച്ചു മാറ്റി അത് ഈ പറയുന്ന പോലെ ഒരു ഇല്ലീഗൽ കോൺട്രാക്റ്റ് ഉണ്ടാക്കി എക്സാലോജിക്കിന് കൊടുത്തു എന്നുള്ളതല്ല കേസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് യഥാർത്ഥത്തിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കേസാണ് എന്ന് ചുരുക്കം. ഇതാണ് ഇതിൻ്റെ ഒന്നാം ഘട്ടം. ഞാനിത് പറയുമ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ എടുക്കുന്ന കമ്പനികളും രാജ്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അദാനിക്കെതിരെ വന്നിട്ടുള്ള കേസ് എന്ന് പറഞ്ഞാൽ അദാനി US നിന്ന് 3 കോടിയോളം വരുന്ന $, അത് അവിടെ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റായി കൈപ്പറ്റുകയും അത് കൃത്യമായി ഉപയോഗിക്കാതെ മറ്റുള്ള ആളുകൾക്ക് കൈക്കൂലി കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ന്യൂയോർക്കിലെ കോടതിയിൽ അദാനിക്കെതിരെ കൊടുത്തിട്ടുള്ള ഇൻഡിക്റ്റീവ് എന്ന് പറയുന്നത്. അതവിടെ സീരിയസ് ആണ്. കാരണം അവരുടെ പൗരന്മാരുടെ പണം അവരെവിടെ പോയാലും തിരിച്ചു പിടിക്കും. അതുകൊണ്ട് ഗൗരവത്തിൽ അന്വേഷിക്കും. ഏതാണ്ട് അതേ ഗൗരവത്തിൽ അന്വേഷിക്കേണ്ട ഒരു ഏജൻസിയാണ് SFIO എന്ന് പറയുന്നത്. പക്ഷേ SFIOയുടെ പെർവ്യൂവിൽ വരുന്നൊരു കാര്യമല്ല അഴിമതി എന്നുള്ളത് കൊണ്ട് ഇത് അന്വേഷിക്കാൻ ഒരുപാട് പരിമിതികളുണ്ട്. ഒരു കാര്യം മോദി അഭിനന്ദിക്കാതെ വയ്യ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സും SFIO പോലുള്ള ഏജൻസികളും ഒക്കെ ഉണ്ടെന്നും പോലെയുള്ള ഏജൻസികളൊക്കെ ഉണ്ടെന്നും നമ്മളറിഞ്ഞത് മോദി വന്നതിന് ശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് പല്ലും നഖവും ഒക്കെ വച്ചിട്ടുണ്ട്. കൂടാതെ കേരള പോലീസൊക്കെ ഏതെങ്കിലും ചീറ്റിംഗ് കേസോ ഫിനാൻഷ്യൽ ഫ്രോഡോ ഒക്കെ അന്വേഷിക്കുന്നത് പോലെയല്ല. കാരണം അതിനുള്ള ഒരു എക്യുപ്മെൻറ്റോ ഒരു അറിവോ ഒന്നും കേരള പോലീസിനോ ഒന്നുമില്ല. പക്ഷേ SFIO അങ്ങനെയല്ല. അതിൽ കമ്പനി സെക്രട്ടറിമാരും ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരും ബാക്കിയുള്ള ആളുകളൊക്കെ കിടക്കുന്ന ഫിനാൻഷ്യൽ അനലിസ്റ്റുകളൊക്കെ കിടക്കുന്ന വിപുലമായൊരു ടീമാണ്. പക്ഷേ അവർക്ക് അന്വേഷിക്കാൻ കഴിയുന്നതിന് പരിമിതിയുണ്ട്. ആ പരിമിതിയുടെ അടിസ്ഥാനത്തിലാണ് അവർ ഈ കുറ്റപത്രം കൊടുത്തേക്കുന്നത്. ഇത് തെളിയിക്കാൻ പറ്റുമെന്നോ ഇത് തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടുമെന്നോ ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇപ്പം നടത്തുന്ന അഴിമതികളൊക്കെ തന്നെ വളരെ ക്ലാസിക്കായി, വളരെ ക്ലാസിക് എക്സാമ്പിളായി, വളരെ ഓർഗനൈസ്ഡായി, വളരെ വെൽ പ്രൊഫഷണലായി നടത്തുന്ന അഴിമതികളാണ്. ഞാനൊരു 1-2 ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഒന്ന്, നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു അദാനിയുടെ കേസുമായി ബന്ധപ്പെട്ട് 2029 കോടി രൂപ അദാനി പല സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കായിട്ട് കൈക്കൂലി കൊടുത്തു. അതിൽ ഏറ്റവും കൂടുതൽ മേടിച്ചിട്ടുള്ളത് 1750 കോടി രൂപ മേടിച്ചിട്ടുള്ളത് ജഗൻമോഹൻ റെഡ്ഡി ഭരിക്കുന്ന ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് കീഴിലുള്ള ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ രാഷ്ട്രീയക്കാരറിയാതെ ഇത് മേടിക്കില്ലല്ലോ, അവരടക്കമുള്ള ആളുകളാണ്. എങ്ങനെ മേടിച്ചു എന്ന് നിങ്ങൾ ഓർത്തു നോക്കിയാൽ വളരെ രസകരമാണ്. അതായത് അദാനിയുടെ കമ്പനി വൈദ്യുതി കൊടുക്കുന്നത് ആർക്കാണ്? വൈദ്യുതി കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് കമ്പനിക്കാണ്. ആ കേന്ദ്ര ഗവൺമെൻറ് കമ്പനിയിൽ നിന്നാണ് സംസ്ഥാന ഗവൺമെൻറ് മേടിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇതിലെങ്ങനെ അഴിമതി നടക്കാനാണെന്ന് നമുക്ക് തോന്നും. അതിൻ്റെ വിശദാംശങ്ങൾ ഞാനിവിടെ പറയുന്നില്ല. അതിൻ്റെ വിശദാംശങ്ങൾ വളരെ കൃത്യമായി ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് 2029 കോടി രൂപ അദാനി കൈക്കൂലി കൊടുത്തത് എങ്ങനെ എന്നുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാം, എൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ വളരെ പ്രൊഫഷണലായിട്ടാണ് ഇവരൊക്കെ മാനേജ് ചെയ്യുന്നത്. ഇനി അടുത്തത് തമിഴ്നാട്ടിൽ ഞാൻ മാത്യു സാമുവലിൻ്റെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് G2 റിയാലിറ്റേഴ്സ് എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു വലിയ ലാൻഡ് അവരുടെ വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനി, അവരെങ്ങനെയാണ് അഴിമതി നടത്തിയിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വിശദമാക്കിയിട്ടുണ്ട്. കുറച്ച് കോംപ്ലക്സ് ആണ് ഇതല്ല, പെട്ടെന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലാണ് ഇവിടെയും അഴിമതി നടന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ അഴിമതികളൊന്നും ഒരിക്കലും പുറത്തു വരില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതുകൊണ്ടാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് ശശിധരൻ കർത്ത ഈ SFIOയ്ക്ക് ഇത് അന്വേഷിക്കാൻ അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹി കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിൽ വിധി വരാൻ വേണ്ടിയിരിക്കുകയാണ്. വിധി വരാത്തതിൻ്റെ കാരണം അതിൻ്റെ ജഡ്ജിയെ മാറ്റിയതാണ്. ആ ജസ്റ്റിസ് ഇപ്പോൾ പുതിയ ജസ്റ്റിസ് വന്ന് ചാർജ് ഏറ്റെടുക്കുമ്പോൾ ഡൽഹി ഹൈക്കോടതി അതിൽ വിധി പറയുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. വിധി പറയാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ഇത് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് എന്ന് പറയുന്ന ഇൻകം ടാക്സ് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ്. ആ സെറ്റിൽമെൻറ്റ് ബോർഡിൽ സെറ്റിൽ ചെയ്താൽ പിന്നെ അതിൻ്റെ മുകളിൽ അപ്പീലൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അപ്പീലില്ലാത്ത ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരമാണ് ഈ കേസ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ആ കേസ് പ്രകാരം മറ്റൊരു ഏജൻസിക്ക് ഇത് അന്വേഷിക്കാൻ അധികാരമില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ അപ്പോൾ കോടതിയിൽ SFIO പറഞ്ഞേക്കുന്നത് ഞങ്ങൾക്ക് അങ്ങനെ അന്വേഷിക്കാമെന്ന് പറയുന്ന ഒരു പെർമിഷൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നിട്ടുണ്ടെന്നാണ്. പക്ഷേ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നാൽ പോരാ, പകരം നിയമപരമായി അങ്ങനെ അതൊക്കെ അന്വേഷിക്കാൻ കഴിയുമോ ഇല്ലേ എന്ന് പറയുന്ന ചോദ്യമാണ് ശശിധരൻ കർത്ത അവിടെ ഉയർത്തിയിട്ടുള്ളത്. ശശിധരൻ കർത്തയുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന പണം പോയെങ്കിലും കുഴപ്പമില്ല, അദ്ദേഹത്തിന് ഒരു പരാതിയില്ല, അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ പോയേക്കുന്നത്. അതുകൊണ്ട് അതിന്മേൽ വിധി പറയാനിരിക്കുകയാണ്. ഞാൻ വിചാരിക്കുന്നത് ഇത് വിധി വരും, ഈ 2026 തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു വിധി കൂടി വരികയും അതോടുകൂടി വീണ തായ്ക്കണ്ടിയിലും പിണറായി വിജയൻ്റെ മുകളിലേക്കുള്ള പുകപടലം നീങ്ങുകയും അത് രാഷ്ട്രീയമായി പോലും പിണറായി വിജയനെ കരുത്തരാക്കാൻ സഹായിക്കുകയും
ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ BJP ഒക്കെ ചെയ്യുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഞാൻ പറയുമ്പോൾ റൺ ബേബി റൺ എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. ആ സിനിമയിൽ സായികുമാർ കൊടുക്കുന്നൊരു അഭ്യാസമുണ്ട്. അതായത് അദ്ദേഹത്തിനെതിരെ വലിയൊരു ആരോപണം വരുന്നു, ഒരു സ്റ്റിംഗ് ക്യാമറ ഓപ്പറേഷൻ വരുന്നു. ആ ഓപ്പറേഷനിലൂടെ അദ്ദേഹം അഴിമതിക്കാരാണെന്ന് തെളിയുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇത് അദ്ദേഹത്തെ വേട്ടയാടുകയാണെന്ന് കാണിക്കാൻ അദ്ദേഹം തന്നെ ഒരു ട്രാപ്പിൽപ്പെടുത്തിക്കൊണ്ട് മറ്റു ചില ആളുകളെ കൊണ്ട് ഷൂട്ട് ചെയ്ത് ഒരു വസ്തുതയല്ലാത്ത കഥ ഉണ്ടാക്കുന്നു. ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞ്, പക്ഷേ പിന്നെ അയാൾ ജീവിച്ചിരിക്കുന്നതായി കാണുന്നു. അപ്പോൾ മാധ്യമങ്ങളുടെ ക്രെഡിബിലിറ്റി തകരുന്നു എന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ സംഭവത്തിലൂടെ നേരത്തെ അവർ നടത്തിയ സംഭവം ഇതുപോലെ തന്നെ ആയിരുന്നു എന്ന് സ്ഥാപിക്കാൻ കഴിയുന്നു. അപ്പോൾ അത്തരത്തിൽ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ പിണറായി വിജയനും CPM-നും ഒക്കെ 2026 മുമ്പ് ഇത് ഉയർത്തെഴുന്നേക്കാനുള്ള ഒരു സാധ്യത കൂടി കൊടുക്കുന്നുണ്ടോ, ഇതിൻ്റെ പിന്നിൽ ചില അന്തർധാരകളുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് SFIയുടെ അടക്കമുള്ള മന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ അടക്കമുള്ള ആളുകളെ കണ്ടത് എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് സംശയമുണ്ട്. അത് ലോങ് ടൈമിലേക്ക് തീർച്ചയായിട്ടും BJPക്കും പിണറായി വിജയനൊക്കെ ഗുണം ചെയ്യും എന്ന് മാത്രമല്ല, കോൺഗ്രസിന് അത് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇനി ഇതിൽ മറ്റൊരു കാതലായ ഇഷ്യൂ ഉണ്ട്. ആ കാതലായ ഇഷ്യൂ ഇതേവരെ ആരും ചർച്ച ചെയ്യുന്നില്ല. ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. വീണ വിജയനും പിണറായി വിജയനും ഒക്കെ ഇതിൽ തെറ്റുകാരാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. കാരണം അത്രമാത്രം CPM ഒക്കെ അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു സംശയവുമില്ല. കാരണം ഇലക്ട്രൽ ബോണ്ട് വഴി ഞങ്ങൾ പണം മേടിക്കില്ല എന്ന് CPM ഒക്കെ പറയുമ്പോഴും CPM ഒക്കെ പല കമ്പനികളുടെ കയ്യിൽ നിന്നും 50 ലക്ഷവും 30 ലക്ഷവും ഒക്കെ ഡൽഹിയിൽ മേടിച്ചതിൻ്റെ കണക്കുകളടക്കം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇലക്ട്രൽ ബോണ്ട് വഴി അല്ലാതെ നേരിട്ട് മേടിച്ചതിൻ്റെ കണക്കുകൾ. അതവിടെ നിൽക്കട്ടെ. അപ്പം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇനി എന്താണെന്ന് വെച്ചാൽ, ഇൻകം ടാക്സ് ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൽ അന്വേഷിക്കേണ്ട ഞെട്ടിക്കുന്നൊരു കാര്യമുണ്ട്. ആ ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ആ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് 95 കോടിയോളം രൂപ CMRL എന്ന് പറയുന്ന ഒരു കമ്പനി, അതായത് കരിമണൽ കർത്ത, ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കും കൂടാതെ മാധ്യമ ഹൗസുകൾക്കും മാധ്യമപ്രവർത്തകർക്കും പിന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കും കൈക്കൂലി കൊടുത്തു എന്നാണ്. മാധ്യമപ്രവർത്തകർക്കും മാധ്യമ ഹൗസുകൾക്കും കൊടുത്തത് 16 കോടി രൂപയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും കൊടുത്തു. ഇനി കൊടുത്തത് എന്തിനാണെന്ന് കൃത്യമായിട്ട് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ അറിയണ്ടേ? കൊടുത്തത് ഇവിടെ സ്മൂത്തായിട്ടുള്ളൊരു ഫങ്ഷനിങ് നടത്താൻ വേണ്ടി ഞങ്ങൾ ഇതുപോലെ ചോദിക്കുന്നില്ല, അവർക്ക് കാശ് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ്. എന്താണ് സ്മൂത്ത് ഫങ്ഷനിങ്? ആലപ്പുഴയിലെ കരിമണലെടുത്ത് ഖനനം ചെയ്ത് ഇലിമിനേറ്റ് ആക്കി അത് ലോകത്തിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന വലിയ ബിസിനസ് നടത്തുന്ന ഒരാളാണ് കരിമണൽ കർത്ത. കോടികളുടെ ലാഭം കൊയ്യുന്ന, സാധാരണ ഒരു ബിസിനസ്സിൽ 10% ഒക്കെ ലാഭമാണെങ്കിൽ 30, 40, 50% വരെ ലാഭം കൊയ്യുന്ന ആ ലാഭത്തിൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലെയുള്ള എല്ല് കഷണങ്ങൾ മാധ്യമ പ്രവർത്തകർക്കും മാധ്യമ ഹൗസുകൾക്കും കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കുമൊക്കെ എറിഞ്ഞു കൊടുത്തിരിക്കുന്നു. ആ എറിഞ്ഞു കൊടുത്തത് ആർക്കാണെന്ന് നമ്മുടെ കേരളം അന്വേഷിക്കുന്നില്ല, ഇന്ത്യയിൽ ഒരു ഏജൻസിയും അന്വേഷിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഏറ്റവും ആദ്യം നമ്മൾ അന്വേഷിക്കേണ്ടത് അതാണ്. കാരണം ഇത്തരത്തിൽ എന്തുകൊണ്ട് കൈക്കൂലി കൊടുത്തു. ഇനി കൈക്കൂലി കൊടുക്കുമ്പോൾ തന്നെ അടുത്തൊരു വാചകം പറയുന്നുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കറിയോ? CPM-ന് കൈക്കൂലി മേടിക്കേണ്ട ആവശ്യമില്ല. CPM എല്ലാത്തിനും എതിരായിട്ടാണ് തീരുമാനങ്ങൾ എടുത്തത്. കരിമണൽ കർത്തക്കും ഖനനം ചെയ്യുന്നതിനൊക്കെ എതിരായിട്ടാണെന്ന്. അതിനവർ പറയുന്ന അടുത്ത ന്യായം എന്താണെന്ന് വെച്ചാൽ, CMRL എന്ന് പറയുന്നൊരു കമ്പനി ഇന്ത്യൻ റെയർ എർത്ത്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന IREL നിന്നാണ് ഈ മണൽ മേടിക്കുന്നത്. അതുകൊണ്ട് ഈ മണൽ IREL നിന്ന് മേടിക്കുന്നത് കൊണ്ട് അത് കേന്ദ്ര ഗവൺമെൻറ് കമ്പനിയാണ്. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും വളരെ ശരിയാണെന്ന്. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം. യഥാർത്ഥത്തിൽ KMML എന്ന് പറയുന്നൊരു കമ്പനി ആദ്യമേ തന്നെ മണലെടുക്കുന്നു. ആ മണലെടുക്കുന്ന കമ്പനി, അതായത് ഒന്ന് ചില ആളുകളൊക്കെ മാധ്യമപ്രവർത്തകർക്ക് ഇന്ന് ഘോരഘോരം ബാധിക്കുന്നത് കേരള ഗവൺമെൻറ് നേരിട്ട് CMRL-ന് അനുമതി കൊടുത്തിട്ടില്ല മണലെടുക്കാൻ എന്നുള്ളതാണ്. അതായത് ഒരു അനുമതി പോലും, ഒരു ഉത്തരവ് പോലും ഈ പറയുന്ന CMRL-ന് അനുകൂലമായിട്ട് ഗവൺമെൻറ് കൊടുത്തിട്ടില്ല എന്നാണ്. കറക്റ്റാണ്. പക്ഷേ ചെയ്യുന്ന പണി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? പണി എന്താണെന്ന് പറഞ്ഞാൽ, KMML എന്ന് പറയുന്ന ഒരു കമ്പനിയെ കൊണ്ട് എന്ത് ചെയ്യുന്നു? മണലെടുപ്പിക്കുന്നു. ആ മണലെടുപ്പിക്കുമ്പോൾ തന്നെ ഒരു വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട്. കാരണം 50 ലോഡ് മണൽ KMML-ലേക്ക് പോകുമ്പോൾ ഏതാണ്ട് 100 ലോഡ് മണൽ നേരെ CMRL-ലേക്ക് പോവുകയാണ്. കാരണം ഈ മണൽ എവിടെ പോയി എന്നൊന്നും ആരും അന്വേഷിക്കാൻ നിൽക്കില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, KMML എടുക്കുന്ന മണൽ ആദ്യം ഇന്ത്യൻ റെയർ എർത്ത്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിന് കൊടുക്കുന്നു. ആ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൽ നിന്നാണ് ആര് മേടിക്കുന്നത്? കരിമണൽ കർത്തയുടെ CMRL മേടിക്കുന്നത്. അതായത് ആദ്യം ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് കമ്പനി മണലെടുക്കുന്നു, ആ മണൽ ഈ കേന്ദ്ര ഗവൺമെൻറ് കമ്പനി കൊടുക്കുന്നു, കേന്ദ്ര ഗവൺമെൻറ് കമ്പനിയിൽ നിന്ന് മേടിക്കുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എല്ലാവർക്കും ഏതാണ്ട് അവർക്ക് കിട്ടേണ്ട വിഭവങ്ങളൊക്കെ കിട്ടുന്നു. അതോടൊപ്പം തന്നെ
ഇവരുടെ ഒന്നും മേടിച്ചു എന്ന് പറയുന്ന കണക്കുണ്ടാക്കി അതിനേക്കാൾ 10 ഇരട്ടി മണൽ CMRL നേരെ എന്ത് ചെയ്യുന്നു, അവരുടെ കേരളത്തിൽ തന്നെയുള്ള അവരുടെ ഫാക്ടറിയിലേക്ക് മണൽ നേരിട്ടും കൊണ്ടുപോകുന്നു. ഇത്തരം ഇനി ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിലെ റിപ്പോർട്ടിൽ എഴുതി വെച്ചേക്കുന്നത് എന്തിനാണെന്നറിയാമോ? 95 കോടി രൂപ കൈക്കൂലി കൊടുത്തത് ഇത് യഥാർത്ഥത്തിൽ ഒരു എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട്, പ്രകൃതിയുമായി ബന്ധപ്പെട്ട്, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബിസിനസ്സാണെന്നും അതുകൊണ്ട് അതിൻ്റെ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ പണം കൊടുക്കുന്നതെന്നുമാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും ഒരു കുഴപ്പവുമായി വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ കരിമണൽ കർത്ത എന്ന് പറയുന്ന കർത്താവ് വളരെ ദയാവായ്പോടുകൂടി എല്ലാ രാഷ്ട്രീയക്കാർക്കും, ഉദ്യോഗസ്ഥർക്കും, മാധ്യമങ്ങൾക്കുമൊക്കെ കൈയച്ച് പണം കൊടുക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ കൊടുത്തിട്ടുള്ള കരിമണൽ കർത്തയെ ശിക്ഷിക്കാൻ പോകുന്ന, അദാനിയെ ശിക്ഷിക്കാൻ പോകുന്ന വലിയ ഈ ഏജൻസികളൊന്നും ഇന്ത്യയിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി ഇത് നിങ്ങൾ അടുത്തത് ശ്രദ്ധിച്ചേക്കണം. അദാനിയുടെ കേസിലും ഇത് തന്നെയാണ്. അദാനി ഈ പറയുന്ന അദാനിയുടെ വൈദ്യുതി വിൽക്കുന്നത് ആർക്കാണ്? ഈ പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് തന്നെ കമ്പനിക്കാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് കമ്പനിക്ക് വൈദ്യുതി അങ്ങനെ മേടിക്കണമെങ്കിൽ എന്ത് വേണം? മേടിക്കണമെങ്കിൽ വില കൂടിയ വിലക്കാണ് വൈദ്യുതി മേടിക്കുന്നത്. സാധാരണ മേടിക്കുന്നതിനേക്കാൾ കൂടിയ വിലക്കാണ്. ആ കൂടിയ വിലക്ക് വൈദ്യുതി ഞങ്ങൾ എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ, അതായത് ഇലക്ട്രിസിറ്റി ബോർഡുകളിൽ നിന്നും ഈ പറയുന്ന ഒരു ഓർഡറിങ്ങോട് കൊടുക്കണം. ആ ഓർഡർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് കൈക്കൂലി കൊടുക്കുന്നത്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് കൈക്കൂലി കൊടുത്ത് അവരുടെ ഓർഡർ കേന്ദ്ര ഗവൺമെൻറ് കമ്പനി കൊടുക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് കമ്പനിക്ക് അദാനി നേരിട്ട് വിൽക്കുന്നു. ഒറ്റടിക്ക് നോക്കുമ്പോൾ അദാനിക്ക് പറയാം, ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള നവരത്ന കമ്പനിക്കാണ് വൈദ്യുതി വിൽക്കുന്നത് എന്ന് പറയാം. യാതൊരു കുഴപ്പവും പെട്ടെന്ന് തോന്നില്ല. ഇതേപോലെ തന്നെ വളരെ പ്രൊഫഷണലി മാനേജ്ഡ് ആയിട്ടുള്ള ഒരു അഴിമതിയാണ് G2 റിയാലിറ്റേഴ്സ് എന്ന് പറയുന്ന തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ള ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ മാത്യു സാമുവലിൻ്റെ ചാനലിൽ ഞാൻ വളരെ വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ 2029 കോടി രൂപ അദാനിയുടെ കൈക്കൂലിയുടെ കേസിൽ ഞാൻ കൃത്യമായിട്ട് ഈ പറയുന്ന നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ അദാനിക്കെതിരെ എന്തുകൊണ്ടാണ് ന്യൂയോർക്ക് കോടതി കേസെടുത്തതെന്ന് വെച്ചാൽ $3 കോടി പണം അവിടെ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റായി സമാഹരിക്കുകയും അത് യഥാർത്ഥത്തിൽ കമ്പനിയുടേതല്ലാത്ത ആവശ്യങ്ങൾക്ക് ഇവിടെ കൈക്കൂലിയായി കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞങ്ങളുടെ പൗരന്മാരുടെ പണം നിങ്ങൾക്ക് കൊള്ളയടിക്കാൻ പറ്റില്ല, ഇവിടെ നിന്ന് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിച്ചോളൂ, പക്ഷേ നിങ്ങൾ കൃത്യമായ ബിസിനസ് ചെയ്യണം, അല്ലാതെ അത് കൈക്കൂലി കൊടുക്കാൻ ഉപയോഗിക്കരുത് എന്നുള്ളതിൻ്റെ പേരിലാണ് ഏതാണ്ട് നടപടി സ്വീകരിച്ചിട്ടുള്ളത്, അവിടെ ഇൻഡിക്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്, അവിടെ ഈ പറയുന്ന കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് കരിമണൽ കർത്ത ഈ പണം എക്സാലോജിക്കിന് കൊടുത്തുകൊണ്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ വഞ്ചിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ളൊരു കേസ്. ഈ കേസൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. അത് അല്ലെങ്കിൽ നിലനിന്നാൽ തന്നെ അത് നീണ്ടു പോകും എന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെ നീണ്ടു പോകുമ്പോൾ കരിമണൽ കർത്തയുടെ ഒരുപക്ഷെ ജീവിതാവസാനം വരെ ഒന്നും ഈ കേസ് അവസാനിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ പിന്നിലുള്ള തന്ത്രമെന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇതിനെതിരെ കൃത്യമായിട്ടുള്ള ഒരു വാർത്ത കൊടുക്കാൻ പോലും എത്ര മാധ്യമ സ്ഥാപനങ്ങൾക്ക് പറ്റും എന്ന് നിങ്ങൾ ആലോചിക്കണം. കാരണം 16 കോടി രൂപയോളം ഈ മാധ്യമ ഹൗസുകൾക്ക്, മാധ്യമ സ്ഥാപനങ്ങൾക്ക് വഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ തന്ത്രപരമായ ഒരു കൂട്ടിക്കെട്ടലുകൾ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. 2 സാധ്യതകളാണ് ഇതിലുള്ളത്. ഒന്നുകിൽ പിണറായി വിജയനെ തകർക്കാൻ, പിണറായി വിജയൻ്റെ CPMൻ്റെയൊക്കെ പാർട്ടിക്കകത്തു നിന്നുള്ള ഒരു ഹിന്ദു വോട്ടുകളിൽ കുറച്ചുകൂടി കിട്ടാൻ, അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി BJP ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റായി ഇത് മാറ്റിയെടുക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും പിണറായി വിജയനും വീണ തായ്ക്കണ്ടിയും ഒന്നും ഒരു അഴിമതിയും നടത്തിയിട്ടില്ല. അവരൊക്കെ സേവനം കൊടുത്ത് പണം മേടിച്ചതാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അത് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. പകരം രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് അടക്കമുള്ള OC അടക്കം, RC അടക്കം, ഈ പറയുന്ന PV അടക്കം നിരവധി ആളുകൾ, കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തന്നെ കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് ചെറിയത് മുതൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ പണം കൈപ്പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അവരാരെങ്കിലും ഇദ്ദേഹത്തെ അങ്ങോട്ടെടുത്ത് ശിക്ഷിച്ച് കളയും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കരിമണൽ കർത്തക്ക് കേരളത്തിൽ മാത്രമല്ല കേന്ദ്രത്തിലുമൊക്കെ വളരെ പിടിയുള്ള ഒരാളാണ്. ചില മന്ത്രിസഭകളെ മറിച്ചിടാനും മന്ത്രിസഭകളെ നിലനിർത്താനും ഒക്കെ കഴിഞ്ഞിരുന്ന ഒരാളാണ് അദ്ദേഹം. TM ജേക്കബും K കരുണാകരൻ്റെയൊക്കെ കാലത്ത് മന്ത്രിസഭയിലെ ചില MLAമാർ വിട്ടുപോകാൻ ആലോചിച്ചപ്പോൾ, കൂറുമാറാൻ ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ടാറ്റ സഫാരി കാറുകൾ ഓടി, വലിയ പണച്ചാക്കുകൾ നിറച്ചുകൊണ്ട് ഓടി ആ ഗവൺമെൻറ്റിനെ തന്നെ രക്ഷിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ സൗമ്യനായിട്ടുള്ള, വളരെ സ്നേഹാലുവായ, എല്ലാവരോടും ദയ കാണിക്കുന്ന കരിമണൽ കർത്തയാണ് ഇതിൽ ഒന്നാമത്തെ പ്രതി.
രണ്ടാമത്തെ പ്രതി വീണ വിജയനാണ്. മിക്കവാറും എൻ്റെ ഊഹം ഞാൻ ആദ്യം പറഞ്ഞതാണ് ശരിയാവുക. വീണ വിജയനും പിണറായി വിജയനുമൊക്കെ അഗ്നിശുദ്ധി വരുത്തി പുറത്തേക്ക് വരികയും 2026 തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ഈ പറയുന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളെ പൊളിച്ചെടുക്കുകയും കോടതി വിധികളിലൂടെയും മറ്റ് നിയമ നടപടികളിലൂടെയും ഞങ്ങൾ നിഷ്കളങ്കരാണ്, ഞങ്ങൾ ഒരു അഴിമതിയും ചെയ്യാത്തവരാണ് എന്ന് ഒന്നുകൂടി അസേർട്ട് ചെയ്യാനുള്ള ഒരു കാര്യം കൂടി ഇതുവഴി കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിലൊരു കാര്യം കൂടി പറയാം. യഥാർത്ഥത്തിൽ കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ അന്വേഷണം വീണ വിജയനെതിരെ ആരംഭിക്കുന്നത് 2021 ജനുവരിയിലാണ്. ആ ജനുവരിയിൽ ആരംഭിച്ചിട്ടുള്ള അന്വേഷണം, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അടക്കമുള്ള അന്വേഷണം, നോട്ടീസ് കൊടുക്കൽ, ഇതെല്ലാം തന്നെ ആ 2021 ഏപ്രിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് വരെ എന്തുകൊണ്ട് രഹസ്യമായി വെച്ചു എന്നുള്ളത് കൂടി നിങ്ങൾ ആലോചിക്കുമ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ചില കൊടുക്കൽ വാങ്ങലുകളും ഇവരെല്ലാം ഒന്നാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യും. ഇത് തന്നെയാണ് ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ കണ്ടത്. ഇത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ SFIOയുടെയും ഈ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെയും ബാക്കിയുള്ള കാര്യങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ കാണുന്നത്. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇതിലൊരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. കേരളത്തിൽ അഴിമതികൾ സുന്ദരമായി നടന്നുകൊണ്ടിരിക്കും. ജി സ്ക്വയർ റിയാലിറ്റേഴ്സിൻ്റെയും അദാനിയുടെയും ഒക്കെ അഴിമതി പോലെ വളരെ പ്രൊഫഷണലായ രീതികളിലേക്ക് കേരളവും മാറിയിരിക്കുന്നു. അതുകൊണ്ട് ജനങ്ങളോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനും ഒരു പുകമറ സൃഷ്ടിക്കാനും കഴിയുന്നതിനുമപ്പുറം വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇത് വിജയിക്കുക എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ജനങ്ങൾക്കും സാധാരണ രാഷ്ട്രീയ പ്രവർത്തകർക്കും പാർട്ടിക്കാർക്കും അവരുടെ അന്ധമായി അവരെ വിശ്വസിക്കുന്ന അണികൾക്കുമൊക്കെ വേണമെങ്കിൽ കണ്ണു തുറക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. കാരണം എന്തുകൊണ്ടാണ് ഇവരുടെയൊക്കെ മക്കൾ പല കോടിയേരി ബാലകൃഷ്ണൻ RP ഗ്രൂപ്പിൻ്റെ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരി രവി പിള്ളയുടെ ഗ്രൂപ്പിൻ്റെ മേധാവിയായി തീർന്നത്? എന്തുകൊണ്ടാണ് വീണ തായ്ക്കണ്ടിയിൽ അതേ RP ഇൻഫോടെക് എന്ന് പറയുന്ന രവി പിള്ളയുടെ ഗ്രൂപ്പിൻ്റെ ഉടനെ തന്നെ CEO ആയി മാറിയത് എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞിറങ്ങുന്നവരൊക്കെ തന്നെ CEO ആയി മാറുന്നത് എന്നൊക്കെ നമ്മൾ ആലോചിച്ചാൽ ഇവർക്ക് തമ്മിലുള്ള അവിശുദ്ധ ബന്ധങ്ങൾ നമുക്ക് കിട്ടും. അല്ലാതെ ഇതിൻ്റെ അപ്പുറത്ത് മറ്റ് എന്തെങ്കിലും കോൺഗ്രസ്സുകാരും കുറ്റം കൊള്ളണ്ട, പിണറായിയോ വീണ തായ്ക്കണ്ടിയോ ജയിലിലാകും വെച്ച് ഇതിനൊന്നും ഡിഫെൻഡ് ചെയ്യാൻ പോയി പാവപ്പെട്ട CPMൻ്റെ പ്രവർത്തകരും കഷ്ടത്തിലാവണ്ട. നിങ്ങളോടൊക്കെ ഞാൻ പറയുന്നു, ഇതിലൊരു ചുക്ക് സംഭവിക്കില്ല. കാരണം ഇവരെല്ലാവരും അഴിമതിയുടെ കാര്യത്തിൽ ഏതാണ്ടൊക്കെ തുല്യരാണ്. ചില ഏറ്റക്കുറച്ചിലുകളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ.